അതെ, ബാറ്ററി തീരാത്ത സ്മാർട്ട് ഫോൺ. യെസ്, ദേ അങ്ങനെ ഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും നേരത്തേക്ക് ഉണ്ടായിരുന്ന 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ആയിരുന്നെങ്കിൽ അത് 6000 ആയി, 6500 ആയി, 7000 ആയി, 8000 ആയി. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 10001 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. സാധാരണ നമ്മൾ വാങ്ങുന്ന പവർ ബാങ്ക് എന്ന് പറയുന്നത് 10000 mAhന്റെ പവർ ബാങ്ക്. ആ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയും 5000 mAh ഉള്ള ഒരു ഫോൺ 2 പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതുണ്ട് 10000 mAh പവർ ബാങ്ക് ആണ്. ഇത് മറ്റൊരു 10000 mAh പവർ ബാങ്ക് ആണ്. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു 10000 mAh ഫോണാണ്. ഇതിന്റെ തിക്നെസിന്റെ വ്യത്യാസം കണ്ട. അപ്പോൾ ഒരു പവർ ബാങ്കിന്റെ ഒക്കെ അത്രയും ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. 80 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. A to C ചാർജിംഗ് കേബിൾ, സിം ട്രേ. സാധാരണ 10000 mAh കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സൈസിൽ വരും. എന്നാൽ ഈ ഒരു ഫോൺ നോക്കി അത്ര കണ്ട് ഭയങ്കരമായിട്ടുള്ള തിക്നെസ്സോ കാര്യമായിട്ടുള്ള ഓവർ വെയിറ്റോ ഒന്നും ഇല്ലാതെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 225 ഗ്രാം ആണ്, അതായത് 225 ഗ്രാം. സാധാരണ ഫോണുകളൊക്കെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 200 ഗ്രാമിൽ താഴെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് 225 ആണ്, അല്പം വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഫോൺ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു 225 എന്ന് പറയുന്ന വെയിറ്റുമായിട്ട് നമ്മൾ അങ്ങ് റെഡിയാവും. പിന്നെ നമ്മൾ ആ ഒരു ഹെവി വെയിറ്റ് ഓർക്കുക പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയധികം ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും എന്റെ യൂസ് കേസിൽ ഈ ഒരു ഫോണിന് 3 ദിവസത്തെ ബാറ്ററി ലൈഫ് ലഭിച്ചു. അതും 10.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈമിൽ. ഫോൺ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ, റിയൽമി ഇപ്പോൾ അടുത്തിടെ പുറത്തിറക്കിയ P4 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു ഫോൺ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകതകളുള്ള ഫോണുകളാണല്ലോ ഇത്തരത്തിൽ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതും. അത്തരത്തിൽ ഇത്രയും അധികം ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ എന്ന നിലയിലാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ സിം കാർഡ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ നിന്ന്, അതായത് സാംസങ് C Flip 7 നിന്ന് മാറ്റി നമ്മുടെ റിയൽമി പവറിലേക്ക് മാറ്റുകയാണ്. ഇന്ന് മുതൽ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നു. എത്ര ദിവസത്തെ ബാറ്ററി ഉണ്ടെന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ ഫോൺ ചാർജിന് ഇട്ടിരുന്നത് ഇപ്പോൾ 100% ചാർജ് ആയിട്ടുണ്ട്. ഇത് ഇന്ന് ഫെബ്രുവരി 10 വൈകിട്ട് 5:40 ഞാൻ ഇപ്പോൾ 100% ഫോൺ ചാർജിൽ നിന്ന് ഊരിയത്. ഞാൻ ഈ ഒരു വീഡിയോ പുറത്തു വരാൻ താമസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് സിം കാർഡ് ഇട്ട് 3 ദിവസമെങ്കിലും ഉപയോഗിച്ചെങ്കിൽ ഇതിന്റെ ബാറ്ററി എത്ര നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു 3-4 ദിവസം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. യാത്രയൊക്കെ ചെയ്യുന്നവർ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഫോണിന്റെ ബാറ്ററി തീരുമെന്ന് ടെൻഷൻ ഉള്ളവരുണ്ട്. എസ്പെഷ്യലി ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് ജോലിക്കൊക്കെ പോകുന്നവർ. അത്തരക്കാർക്ക് ഈ ഒരു ഫോൺ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ യൂസ് ആണ് നിങ്ങൾക്കെങ്കിൽ എന്നെ പോലെ 3 ദിവസം നമുക്ക് ഉറപ്പിച്ച് ഈ ഒരു ഫോണിനകത്ത് ബാറ്ററി ലഭിക്കും. ഇനി അതല്ല, കുറച്ചുകൂടെ ഹെവി യൂസ് ആണെങ്കിൽ 2 ദിവസം ഉറപ്പിച്ച് നമുക്ക് ബാറ്ററി ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. ഇനി നിങ്ങളൊരു ഭയങ്കര ഗെയിമിങ്ങും ഫുൾ ടൈം ഗെയിമും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് ഇതിന്റെ ചാർജ് തീരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്ത് തന്നെയാലും ഇതിന്റെ ബാറ്ററി ലൈഫ് ഒരു രക്ഷയില്ല. പക്ഷേ എന്ന് വെച്ച് ഈ ഒരു ഫോൺ എല്ലാം തികഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറേ കുറവുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 25,999 രൂപയാണ്. പക്ഷേ ആ പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുകളിൽ കിട്ടുന്ന പല കാര്യങ്ങളും ഈ ഒരു ഫോണിനകത്ത് കുറവായിട്ടും വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു കുറവെന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റിലെ ചില ഫോണുകളിലെങ്കിലും നമുക്ക് ഗ്ലാസ് ബോഡി കിട്ടും. പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കണ്ടാൽ ലുക്ക് വൈസ് നോക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ബോഡി എന്നൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ടുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ കേസ് ഇടാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പോറൽ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഈ ബട്ടണൊക്കെ നല്ല പ്ലേസ്മെന്റും ഒക്കെ നല്ല സ്റ്റേഡി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വെയിറ്റ് 225 ഗ്രാം ഉണ്ടെങ്കിലും ബാക്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ 3 ക്യാമറ ഉണ്ടെന്ന് തോന്നും. പക്ഷേ 2 ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ IR ബ്ലാസ്റ്ററും ഒക്കെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 4 സൈഡും കർവായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്ക്രീൻ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നല്ല സൂപ്പർ ഡിസ്പ്ലേ. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. കാരണം ഈ സൈഡൊക്കെ കർവായതുകൊണ്ട് തന്നെയും ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ്. അതുപോലെ OLED ഡിസ്പ്ലേ, അതും 1.5K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ഫോണുകൾ വളരെ കുറവാണ്, എങ്കിലും ഇത് കർവ്ഡ് ആണ്. പക്ഷെ നല്ല ക്വാളിറ്റി നോക്കി. ഈ എഴുതി കാണിപ്പ് നടക്കുന്ന ഈ ഒരു ബ്ലാക്ക് സ്ക്രീൻ തന്നെ പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണുന്നു. അടിപൊളി. യൂട്യൂബിലും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും നമുക്ക് HDR കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് ആണെന്ന് പറയേണ്ടി വരും. യാതൊരു കുറവും ഡിസ്പ്ലേയിൽ ഇല്ല. അതുപോലെ 1.5K റെസൊല്യൂഷനുള്ള 144 ഹെഡ്സ് വരെ റിഫ്രഷ് റേറ്റ് കിട്ടാവുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ സമയം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് കാണിക്കുന്നത്. COD മൊബൈലിലൊക്കെ നമുക്ക് 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റും കിട്ടും. ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ കണ്ടില്ലേ, ഇനി ഒരുപാട് താഴെയാണ്. ഈ പ്രൈസ് പോയിന്റിലുള്ള മിക്ക ഫോണുകളും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 6500 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ ബ്രൈറ്റ്നസിൽ നിന്നും യാതൊരു വിഷയമില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയമില്ല. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ. എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് ഈ ഒരു ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷനും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഡിസ്പ്ലേയിൽ വീടില്ലെന്ന് പ്രതീക്ഷിക്കാം. കർവ്ഡ് സ്ക്രീൻ ആയിട്ടും സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമുക്കത് ഈ എഡ്ജിലൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ കറക്റ്റ്
കറക്റ്റായിട്ട് കയ്യിൽ തട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7400 അൾട്ര എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. നമ്മളിവിടെ ഇതിന്റെ ഒരു AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 7 lakh AnTuTu സ്കോർ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതിൽ നിന്നും AnTuTu സ്കോർ ഈ ഒരു ഫോണിന് ലഭിക്കും. 9 lakh AnTuTu സ്കോർ ഒക്കെ കിട്ടിയ വീഡിയോകൾ ഞാൻ തന്നെ കണ്ടിരുന്നു. എനിവേ നമുക്ക് 9 lakh എന്ന് കൂട്ടാം. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെ ആണ് ഇതിന്റെ പെർഫോമൻസ്, ആ ഒരു AnTuTu സ്കോർ എല്ലാം ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മൾ നടത്തി നോക്കി. ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് 85% ആണ് അതിന്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട്. അപ്പോൾ ഗെയിമിങ്ങിനൊന്നും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോസർ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ റാം ടൈപ്പ് വന്നിട്ട് LPDDR4X റാം ആണ്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന പല ഫോണിലും LPDDR5X റാം നൽകി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ UFS 3.1 ആണ്. അത് ഓക്കെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം പ്ലസിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. അഥവാ 90 FPS ഗെയിം പ്ലേ സാധ്യമാവുന്നത്. ഒരു ആവറേജ് ലെവലിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത്. വലിയ രീതിക്കുള്ള ഫ്രെയിം ഡ്രിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നും. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ആവറേജ് ലെവലിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോൺ സമ്മാനിക്കുന്നത്. കൂടാതെ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി GT മോഡും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിരവധി ഓപ്ഷൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു 10000 mAh ബാറ്ററി കപ്പാസിറ്റി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 80 വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ റിയൽമി കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ക്യാമറയുള്ളൂ. പ്രൈമറി സെൻസർ 50 മെഗാപിക്സൽ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ടെലിഫോട്ടോ സെൻസർ ഒന്നുമില്ല. ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ സെൻസർ കൊടുക്കുന്ന വിരളം ഫോണുകളുണ്ട്. പക്ഷേ അതിനകത്തൊന്നും 10000 mAh ബാറ്ററി ഒന്നും കിട്ടില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 മെഗാപിക്സലിന്റെ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകളെല്ലാം ഒരുവിധം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റുന്നില്ല ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ. എന്നിരുന്നാലും ഇതിന്റെ എടുക്കുന്ന ഫോട്ടോകൾ കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പായെങ്കിൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇതിനകത്ത് ഫോട്ടോ എടുക്കുമ്പോൾ 2 മോഡിൽ എടുക്കും. അതായത് ഇവിടെ ഒരു വൈബ്രന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതുപോലെ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു സാച്ചുറേറ്റഡ് ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ ആ ഒരു വൈബ്രന്റ് മോഡ് ഇടണം, അതല്ലെങ്കിൽ നാച്ചുറൽ മോഡ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പടങ്ങളെല്ലാം ഒരു നാച്ചുറൽ മോഡിൽ ഇട്ടെടുത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഓവർ സാച്ചുറേറ്റഡ് അല്ല ഈ ഒരു നാച്ചുറൽ മോഡിൽ എടുക്കുന്ന ഫോട്ടോകൾ. പക്ഷേ എടുക്കുന്ന ഫോട്ടോ ഞാൻ പറഞ്ഞ പോലെ അല്പം കൂടി ഒരു കോൺട്രാസ്റ്റ് കയറ്റി ഒന്ന് ഷാർപ്പാക്കിയ കുഴപ്പമില്ലെന്ന് തോന്നി. അതുപോലെ തന്നെ സെൽഫി ഫോട്ടോകളും ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫോട്ടോ വിഭാഗം ബാക്ക് ക്യാമറ ആയാലും സെൽഫി ആയാലും കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളതൊരു കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ വൈഡ് ആംഗിളിൽ നമുക്ക് ഫുൾ HD 30 FPS വീഡിയോയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഇതിന്റെ സെൽഫിയിലും ഫുൾ HD 30 FPS വീഡിയോയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. ബാക്ക് ക്യാമറയിൽ നോർമൽ സെൻസറിൽ നമുക്ക് 4K 60 FPS എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ സെൽഫിയിലെങ്കിലും ഒരു 4K സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഫോണിനകത്ത് ബ്ലോട്ട് വേസുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ഇല്ല. പക്ഷേ കുറച്ച് ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഫോൺ പേ വരുന്നുണ്ട്, അതുപോലെ സ്പോട്ടിഫൈ, സ്നാപ്ചാറ്റ്, ഇങ്ങനെ സാധാരണ വിവോയിലൊക്കെ കാണുന്ന, റിയൽമിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ആപ്പുകൾ ഈ ഒരു ഫോണിനകത്തും കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട്, എന്തായാലും ഓവർ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. റിയൽമിയുടെ UI 7 അതുപോലെ ആൻഡ്രോയിഡ് 16 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അതായത് ആൻഡ്രോയിഡ് 19 വരെയും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് മോണോ സ്പീക്കർ ആണ് എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നിന്ന് പാട്ട് കേൾക്കുമ്പോൾ ആ ഒരൊറ്റ സ്പീക്കർ ആണെങ്കിലും നല്ല സൗണ്ട് ക്വാളിറ്റിയിലാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യം ഇതിനകത്ത് പാട്ട് കേട്ടപ്പോൾ ഇത് മോണോ സ്പീക്കറാണെന്ന് എനിക്ക് മനസ്സിലായ പോലുമില്ല. പക്ഷേ ചെവിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഏതാണ്ട് ഒരു സൈഡിൽ മാത്രമേ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ എന്തായാലും മോണോ സ്പീക്കറാണ്. ഈ പ്രൈസ് പോയിന്റിൽ അല്ല, 10000 രൂപ പ്രൈസ് റേഞ്ചിൽ പോലും സ്റ്റീരിയോ സ്പീക്കറിൽ കിട്ടുന്ന ഫോണുകളുണ്ട്. ആ മോണോ സ്പീക്കർ ആയി പോയത് ഒരു കുറവ് തന്നെയാണ്. ഫിംഗർ പ്രിന്റ് സംവിധാനം ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ താഴെയാണ് അതിന്റെ ഒരു പൊസിഷൻ, കുറച്ചുകൂടെ മുകളിലായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ IP69 റേറ്റിംഗ് ആണ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കുറവാണ്, ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓക്കെയാണ്. അതുപോലെ തന്നെ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങേ തലയ്ക്ക് വിളിച്ച് പറയാതെയുള്ള കോൾ റെക്കോർഡിംഗ് ആണ് ഈ ഒരു ഫോണിനകത്ത് സാധ്യമാകുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ കുറവുകളെ പറ്റി പറഞ്ഞാൽ, സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല, മോണോ സ്പീക്കർ ആണ്, NFC ഇല്ല. അതുപോലെ ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ ഗ്ലാസ് ബോഡിയുള്ള ഫോണുകൾ ലഭിക്കാറുണ്ട്. മാത്രമല്ല ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ റാം ടൈപ്പ് വന്നിട്ട് LPDDR4X റാം ആണ്. ഈ പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ മിക്ക ഫോണുകളിലും LPDDR5X റാം ആണ്. തുടങ്ങിയവയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവുകൾ. അപ്പോൾ നിങ്ങളൊരു ബാറ്ററിക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ, ഈ പറയുന്ന ബാറ്ററി നിങ്ങൾക്ക് ഒരു കൺസേൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ പരിഗണിക്കാം. പക്ഷേ ചില കുറവുകൾ ഈ ഒരു ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ച് വേണം, ഞാൻ ഈ പറഞ്ഞ കുറവുകളുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ച് വേണം ഈ ഒരു ഫോൺ പരിഗണിക്കാൻ. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 8GB റാം 128GB ഇന്റൽ സ്റ്റോറേജിന്റെ വില എന്ന് പറയുന്നത് 25,999 രൂപയാണ്. പിന്നെ ബാങ്ക് കാർഡ് ഓഫറൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അതിലൊക്കെ കുറച്ചുകൂടെ വില കുറച്ച് നമുക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഒരുപാട് കുറവുകളുണ്ട്. 25,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവുകളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ആ കുറവുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഫോൺ എന്താണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ 10000 mAh ബാറ്ററി കപ്പാസിറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ
ഫോണിൽ പെട്ടെന്ന് ബാറ്ററി തീരുന്നുവെങ്കിൽ ഇനി ഒരു ഫോൺ വാങ്ങാൻ നിൽക്കുമ്പോൾ അതിനകത്ത് ബാറ്ററി പെട്ടെന്ന് തീരാത്ത ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് റിയൽമി P4 പവർ എന്ന ഈ ഒരു ഫോൺ പരിഗണിക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.